ജുഡീഷ്യറിയുടെ വിധിയെ ഞാൻ മാനിക്കുന്നു. എന്തായാലും 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണ് എന്നുള്ളത് തെളിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു എന്നെങ്കിലും അറിയാൻ കഴിഞ്ഞു. പക്ഷേ അതിനുശേഷമുള്ള പ്രതികളുടെ വിവരങ്ങൾ അവരെ കേസെടുത്തിട്ടും അവർക്ക് എന്തുകൊണ്ടാണ് അപ്പോൾ പ്രോസിക്യൂഷന് ആവശ്യമായ തെളിവ് നൽകാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു ഇതുണ്ട്. എന്തായാലും ഞാൻ അതിജീവിതയ്ക്കൊപ്പമാണ്. നടിയെ ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട് പി ടി തോമസ് ഇടപെട്ടതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ കുട്ടിയുടെ ഒപ്പം ഉറച്ചു നിൽക്കണം എന്നാഗ്രഹിച്ചിരുന്നയാളാണ് പി ടി. ഇന്ന് പി ടി ഇല്ലാത്തപ്പോൾ ആ കുട്ടിയുടെ ഒപ്പം ഞാനുണ്ട്. അതുകൊണ്ട് തന്നെ അതിജീവിതയ്ക്കൊപ്പം മുന്നോട്ട് നീങ്ങാനായിട്ട് എല്ലാ സഹായത്തിനും ഞാനുണ്ടാവും. ആ കുട്ടിയുടെ കൂടെയാണ്. അങ്ങനെയുള്ള ആളുകൾ ഇനി ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഞാൻ സംസാരിച്ചിട്ടില്ല. പിന്നെ മാത്രമല്ല, വിധിയുടെ പകർപ്പ് നമുക്ക് മുഴുവൻ കിട്ടിയിട്ടില്ല. ഇങ്ങനെ ആദ്യത്തെ ഹൈലൈറ്റ്സ് മാത്രമാണ് നമ്മൾ വായിച്ചിരിക്കുന്നത്. 200 പേജോളമുള്ള പിന്നെ കൂറുമാറ്റങ്ങൾ നടന്നിരിക്കുന്നു എന്നുള്ളതൊക്കെ ഇതിൽ പഠിക്കേണ്ട വിഷയം തന്നെയാണ്. 1 മുതൽ 6 പേര് കുറ്റക്കാരാണ് എന്ന് വന്നത് തന്നെ സ്വാഗതാർഹമാണ്. എന്തായാലും ജുഡീഷ്യറിയെ മാനിക്കുന്നു. പ്രധാനപ്പെട്ട സാക്ഷികൾ കൂറുമാറിയിട്ടുണ്ടായിരുന്നു. ഗൂഢാലോചന തെളിയിക്കാൻ പറ്റാത്ത ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കും എന്ന് കരുതുന്നുണ്ടോ? മേ ബി ആയിരിക്കാം. അങ്ങനെ ആവാനും സാധ്യതകളുണ്ടല്ലോ. അപ്പോൾ കൂറുമാറ്റം എന്തുകൊണ്ടാണ് ഉണ്ടായത് എന്നുള്ളത് തൊട്ട് തന്നെ അതും എന്തെങ്കിലും ആലോചനയുടെ വശമാണോ എന്നറിയില്ല. എന്തായാലും അതിജീവിതം മുന്നോട്ട് പോകുമ്പോൾ അതിനൊപ്പം തന്നെ ഉണ്ടാകും. ഞാൻ കൂടെയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.